വെള്ളാപ്പള്ളിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി വിജിലൻസ് വിഭാഗം. മൈക്രോ ഫിനാൻസിൽ വൻ തട്ടിപ്പ് നടന്നുവെന്ന് നിരീക്ഷണം. വെള്ളാപ്പള്ളിക്കെതിരെ തെളിവുകൾ നൽകി SNDP യോഗം ഭാരവാഹികൾ. വെള്ളാപ്പള്ളിക്കെതിരെ VM സുധീരനും രംഗത്ത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കൂടുതൽ തെളിവുകൾ സമാഹരിച്ച് വിജിലൻസ് വിഭാഗം. പാവപ്പെട്ടവർക്ക് ജീവനോപാധികൾ കണ്ടെത്തുന്നതിനായി സർക്കാർ നൽകിയ മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വൻ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഉന്നതതല സ്വാധീനത്താൽ വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണങ്ങൾ എവിടെയും എത്തിയിരുന്നില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടും സ്ഥിതിഗതികൾ പതിവ് പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. സാമുദായികാചാര്യനായ വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കുന്ന മന്ത്രിമാരെയും മറ്റ് ജനപ്രതിനിധികളെയും നമ്മൾ അടുത്തിടെ കാണുകയും ചെയ്തു. ആ ബന്ധം ഉപയോഗിച്ച് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെയും തെളിവുകളെയും വെള്ളാപ്പള്ളി അട്ടിമറിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ SNDP യൂണിയന്റെ തിരൂർ ഘടകത്തിന്റെ മുൻ ഭാരവാഹി വിജയകുമാറാണ് വിജിലൻസിനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് നിർണായക മൊഴികൾ നൽകിയത്. വെള്ളാപ്പള്ളി പറയുന്നത് കേട്ട് മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ സ്വന്തം പേരിൽ വാങ്ങുന്നത് ഭാവിയിൽ കുരുക്കാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് SNDP ഭാരവാഹിത്വം താൻ രാജിവെച്ചതെന്നാണ് വിജയകുമാർ നൽകിയ മൊഴി. വെള്ളാപ്പള്ളിയുടെ പീഡനം കാരണം ജീവനൊടുക്കിയ KK മഹേഷിന്റെ അനുഭവം തനിക്കും ഉണ്ടായേക്കാമായിരുന്നുവെന്നും വിജയകുമാർ മൊഴി നൽകി. മൈക്രോ ഫിനാൻസ് വായ്പ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിജിലൻസ് മുൻപേ കണ്ടെത്തിയെന്നും വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ ഒപ്പ് ഇല്ലാതെയുള്ള വ്യാജരേഖകളാണ് വായ്പ അനുവദിച്ചുകൊണ്ടുള്ള പല ഫയലുകളിലും ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുമ്പെങ്ങുമുണ്ടാകാത്ത പ്രതിസന്ധിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കാത്തിരിക്കുന്നത്. 100-ലേറെ മൈക്രോ ഫിനാൻസ് കേസുകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവയിൽ 4-ലെങ്കിലും 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എല്ലാത്തിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്ത് വരും. ഇതിന്റെ ഭാഗമായാണ് വിജയകുമാർ അടക്കം 10ഓളം സുപ്രധാന സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയത്. 6 വർഷം മുമ്പ് 2020 ജൂൺ 24-നാണ് SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ ഭാരവാഹിയായ KK മഹേശൻ ജീവനൊടുക്കിയത്. സംസ്ഥാന പിന്നാക്കക്ഷേമ കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് നൽകുന്ന വായ്പകൾ എടുത്ത ശേഷം SNDP യൂണിയനുകൾ അത് അംഗങ്ങൾക്ക് കൂടിയ നിരക്കിൽ നൽകിയതാണ് മൈക്രോ ഫിനാൻസ് കേസുകൾക്ക് ആധാരം. വായ്പ നൽകാതെ നിർധന സ്ത്രീകളുടെ പേരിൽ വ്യാജരേഖകൾ കാണിച്ച് വൻ തുകകൾ തട്ടിയെടുത്തു എന്ന കേസുകളും ഇതിലുണ്ട്. മൈക്രോ ഫിനാൻസ് പദ്ധതികളുടെ സംസ്ഥാന കോർഡിനേറ്ററായിരുന്ന KK മഹേശൻ അക്കാരണം കൊണ്ട് തന്നെ പ്രതിയായി. എന്നാൽ പ്രതിപട്ടികയിൽ ആദ്യ സ്ഥാനത്തെത്തിയ വെള്ളാപ്പള്ളിയും സംഘവും ഒത്തുകളിച്ച് തന്നെ മാത്രം കുരുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആശങ്കപ്പെട്ടാണ് മഹേശൻ ജീവനൊടുക്കിയത്. 6 വർഷം എത്തുമ്പോൾ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഈ കേസ് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പുതിയ അന്വേഷണത്തിനായി പുതിയ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് VM സുധീരൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ശേഷം സുധീരൻ വീണ്ടും നൽകിയ കത്തിലാണ് കേസിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ വിജയകുമാർ നൽകിയ മൊഴിയും മരണമടഞ്ഞ KK മഹേഷിന്റെ കത്തും വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടിയായി മാറും. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ എന്തെല്ലാം രാഷ്ട്രീയ ചരടുവലികളാകും വെള്ളാപ്പള്ളി നടത്തുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ പിന്തുണ വെള്ളാപ്പള്ളിക്ക് കരുത്തായി മാറി. അതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചില്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വെള്ളാപ്പള്ളിക്ക് കുരുക്കായി മാറുമെന്നത് ഉറപ്പാണ്.